ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാലയാണ്. വെള്ളക്കടല വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ മസാലക്കറി ദോശ, പൊറോട്ട, ചപ്പാത്തി, ഇഡലി ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചന മസാല തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചന മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് കുതിർത്തിയെടുത്തതാണ്. കണ്ടല്ലോ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കടല മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കാരണം ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നതാണ്. കടല വേവുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ടൊരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട. ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. തീ കൂട്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2-3 തവണ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. അതിനുശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊറോട്ട, ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഈ ചന മസാല നമ്മൾ വാങ്ങിക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. പിന്നെ ചിലർ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പൂണിനാണ് 2 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി ഇതേ സ്പൂണിന് തന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമാണ്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ഇതേ സമയം നമ്മുടെ കടല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിലൊരു കടല എടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടല്ലോ,
നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ കടല ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിത് മിക്സിയിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ മസാലക്കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് സെയിം കടായിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമുക്കിത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലെ വെള്ളത്തോടു കൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലയിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ടൈമിൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വരെ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്. ഇത് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടല്ലോ, ഇതുപോലുള്ള പെട്ടിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അതിന് അകത്തായിട്ട് ഇതുപോലൊരു കവറിലാണ് കസൂരി മേത്തി ഉണ്ടാവുക. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വരെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. പൊറോട്ട, ചപ്പാത്തി, ഇഡലി, ദോശ ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഇതിലോട്ട് തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല. ഇത് ഈ കടല നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് അരച്ചെടുത്തിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇതിന് ഈ യെല്ലോയിഷ് കളർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി വെള്ളക്കടല വാങ്ങിക്കുന്ന ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.